ഗായ്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ചട്ടി മയക്കാനൊക്കെ നമുക്ക് എപ്പോഴും നല്ല പ്രയാസമായിട്ട് തോന്നില്ലേ? നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്കിതൊക്കെ മയക്കിയെടുക്കാം. ഇങ്ങനെ ഇങ്ങനെ മയക്കിയാൽ മതി. ഇങ്ങോട്ട് നോക്കി, ഇതാ നല്ല എളുപ്പത്തിൽ നമുക്ക് പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉമി അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വെക്കുക, വെളിച്ചെണ്ണ വരട്ടിയൊക്കെ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു നമ്മൾ ചട്ടി മയക്കൽ. അതുപോലെ ഒന്നുമല്ല, ചട്ടീൻ്റെ ചൊയ ഉണ്ടാവില്ല. പിന്നെ ചട്ടി കറി വെച്ച് പിറ്റേന്ന് ചൂടാക്കിയാലും കറി നല്ല രുചിയായിക്കാരം. അല്ലെ നമ്മൾ മറ്റേക്കൊക്കെ ഉപയോഗിച്ചാൽ നല്ല ചൊയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യണം, ചട്ടി എടുത്തിട്ട്, ഒരു പുതിയ ചട്ടി എടുത്തിട്ട് ഇതുപോലെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിൽ മുക്കി വെക്കുക. ആ ബക്കറ്റിൽ വെള്ളത്തിൽ 2 മണിക്കൂർ ഇതിങ്ങനെ മുക്കി വെക്കണം. ഇതിങ്ങനെ ചെയ്യണത് എന്തിനാ അറിയോ? നല്ല ഉറപ്പിട്ടാണ്, പുതിയ ചട്ടിയല്ലേ. അപ്പോൾ ഇങ്ങനെ ആദ്യം 2 മണിക്കൂർ ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് എടുക്കുക. ആ വെള്ളത്തിൽ നിന്ന് അത് എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് നല്ലോണം അത് തോത്തി വൃത്തിയാക്കണം. ഇതിനാദ്യം ചട്ടി എല്ലാം തോത്തി വൃത്തിയാക്കുക. വെള്ളമില്ലാതെ ഇതുപോലെ നല്ലോണം തോത്തി വൃത്തിയാക്കുക. ഉണ്ടോ? നല്ലോണം തോത്തി വൃത്തിയാക്കുക. ഇനി ചട്ടി മയക്കണ എങ്ങനെ വെച്ചാണ്ട് ആരും ബുദ്ധിമുട്ടണ്ട, കഷ്ടപ്പെടേണ്ട. നല്ല ഈസി ആയിട്ട് നമുക്ക് ചട്ടി മയക്കാൻ കഴിയും. തോത്തി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ചുറ്റുഭാഗവും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നല്ല വൃത്തിക്ക് നല്ല ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് എല്ലാ ഭാഗവും ഞാൻ വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഗ്യാസുമേൽ വെച്ച് കൊടുക്കുക. ഗ്യാസുമേൽ വെക്കുക ചട്ടി. അതുപോലെ ഗ്യാസുമേൽ വെച്ച് കൊടുക്കുക. ഉണ്ടോ? അപ്പോൾ ഗ്യാസുമെന്ന് നല്ല ഇതിലെ വെള്ളം കുറച്ചൊക്കെ നമ്മൾ എങ്ങനെയായാലും നല്ലോണം തോത്തിയാലും കുറച്ചൊരു വെള്ളം ഉണ്ടാവും. ആ വെള്ളവും വെളിച്ചെണ്ണയും കൂടി ഇറങ്ങി വന്നിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞൊരു പൊരിയുന്നത് പോലെ തോന്നുന്നത്. അത് ആക്കെ കഴിഞ്ഞിട്ട് അതിക്ക് നല്ലോണം നല്ലോണം വെളിച്ചെണ്ണ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് അതിക്ക് നമ്മൾ പേപ്പറില്ലേ, അത് കത്തിച്ചിട്ട് അതിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് ആ പേപ്പർ കത്തി കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഈ തീ കത്തുന്നതാണ് ഈ ചട്ടീൻ്റെ മയക്കണ ഏറ്റവും വലിയ സൂത്രം. ആ വെളിച്ചെണ്ണ കത്തി കഴിയോളും, ആ വെളിച്ചെണ്ണ അതിൽ വറ്റി കഴിയോളും ഇത് ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കണം. കണ്ടോ? ഇതിപ്പോൾ കത്തി തീരാറായി. വെളിച്ചെണ്ണ ഒക്കെ വറ്റി വരാൻ തുടങ്ങി. ഇങ്ങനെ ഒന്ന് ചട്ടി മയക്കി വെക്കണ്ടി. എന്താണ് ആ ചട്ടിയിൽ കറി വെച്ചാലുള്ള രുചി അറിയോ? ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ തീ കത്തി നല്ലോണം കത്തി അമരുന്നത് വരെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കാത്തിരിക്കണം. അപ്പോൾ ചട്ടി പതുക്കെ തീ താനെ കെട്ട് തുടങ്ങിയുണ്ടോ? അത് താനെ കെട്ട് തുടങ്ങി. ഈ തീയൊക്കെ നല്ലോണം തീ കെട്ടിട്ട് ചട്ടി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് അതിലുള്ള ഉമിക്കരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് തട്ടി കൊടുത്ത് വൃത്തിയാക്കുക. ഉണ്ടോ? അങ്ങനെ നല്ലോണം തട്ടി വൃത്തിയാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലോണം കഴുകി വൃത്തിയാക്കണതാ. നല്ലോണം കഴുകി വൃത്തിയാക്കിയതാ. നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നാണ് ഇത് കേട്ടോ. ഉണ്ടോ? ചട്ടീൻ്റെ ഉള്ളിൽ ഉണ്ടല്ലേ നല്ല കറുത്ത നിറത്തിൽ നിൽക്കണേ നമ്മളത് പേപ്പറിട്ട് കത്തിച്ചുകൊണ്ട്. ഇനി ഈ ചട്ടി എന്ത് കറി വെച്ചാലും നല്ല രുചിയായിക്കാരം. അത് ചുവയ്ക്കില്ല, മണം ഒന്നും ഉണ്ടാവില്ല. മീൻകറിയൊക്കെ വെച്ച് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്ത് ഇതിൽ വെക്കുക, ചട്ടീൻ്റെ ചുവയോ മണോ ഒന്നും വരും.